ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് ചില വിഷയങ്ങൾ നമുക്ക് പഠിക്കാം. രക്ഷിക്കപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് കൂടി നമുക്ക് ലഭിച്ചത് എന്തൊക്കെയാണെന്ന് 5 പ്രത്യേക കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യമായി റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷാവിധി ഇല്ലാത്ത ഒരു ജീവിതമാണ് കർത്താവ് നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത്. നിത്യശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ട നമ്മെ പിതാവായ ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഭൂമിയിൽ അയച്ച് നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്ന് നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുത്തു. അന്നു മുതൽ നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ പരിശുദ്ധാത്മാവിനെത്തുന്നു. നാം ഓരോരുത്തരും പാപിയാണെന്ന് മനസ്സിലാക്കുകയും എൻ്റെ പാപത്തിന് വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു. അന്നു മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതായ 1-ാമത്തെ കാര്യമാണ് 2-ാം വാക്യത്തിൽ നാം കാണുന്നത്. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സ്വാതന്ത്ര്യമായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ നാം ആരുടെയും അടിമയല്ല. നമുക്ക് നിത്യമായ ജീവിതമുണ്ട്. ഈ ലോക ജീവിതത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമായി കർത്താവിനെ ആരാധിക്കാൻ, നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ, കർത്താവിന് വേണ്ടി എന്തും ചെയ്യുവാനുള്ളതായ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഒന്നിൻ്റെയും അടിമകളായി ജീവിക്കാൻ പാടില്ല. പിശാചിന് നമ്മെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. 2-ാമത്തേതായി അതിൻ്റെ 6-ാം വാക്യത്തിൽ ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവുമാകുന്നു. നാം ആത്മാവും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് പറയുന്നത് നാം മനസ്സിലാക്കി അത് ചിന്തിച്ച് അതിൻ പ്രകാരം ജീവിക്കുന്നെങ്കിൽ നമുക്ക് കിട്ടുന്നത് ജീവനും സമാധാനവും. നമുക്ക് സന്തോഷകരമായ ജീവിതം, പ്രത്യാശയുള്ളൊരു ജീവിതം, സമാധാനമുള്ള ജീവിതം, മറ്റുള്ളവരെ സമാധാനത്തിലേക്ക് നയിക്കാനുള്ളതായ ഒരു പ്രത്യാശയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എത്ര വലിയ ഭാഗ്യമാണ് നമ്മുടെ കർത്താവ് നമ്മോട് കാണിച്ചിട്ടുള്ളത്. 3-ാമത്തേതായി 9-ാം വാക്യത്തിൽ നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവം ഉള്ളവരത്രേ. അപ്പോൾ ആത്മസ്വഭാവം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മളിന്ന് ഭൂമിയിലാണ് ജീവിക്കുന്നെങ്കിലും ജഡശരീരത്തിലാണ് ജീവിക്കുന്നെങ്കിലും നമുക്ക് ആത്മസ്വഭാവം നമുക്ക് കർത്താവ് തന്നിരിക്കുക. ഗലാത്യ ലേഖനം 5:22 കാണുന്നതാണ്. യേശു കർത്താവിൽ കൂടി നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൽ ആദ്യമായി തന്ന ഗിഫ്റ്റാണ് ആത്മാവിൻ്റെ ഫലം. 9 എണ്ണം. ആ 9ഉം ചേർന്ന് ഒറ്റ ഫലമായി നമുക്ക് എന്നും ആ ക്രിസ്തീയ ആത്മസ്വഭാവമുള്ളവരായി ജീവിക്കുവാൻ ഉള്ള കൃപ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. 4-ാമത്തേതായി അതിൻ്റെ 16-ാം വാക്യം. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ദൈവാത്മാവ് നമ്മെ നടത്തുന്നു. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ നമ്മെ നടത്തുവാൻ വേറെ ആരുടെയും ആവശ്യമില്ല. നമുക്ക് വേണ്ട ഉപദേശം തന്ന് നമ്മെ വഴി നടത്തുവാൻ, ധൈര്യത്തോടെ നടത്തുവാൻ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ദൈവാത്മാവ് നമ്മെ നടത്തുന്നു. എന്തൊരു ഭാഗ്യമാണ് കൃപയാൽ നമുക്ക് ലഭിച്ചത്. നാം നമ്മുടെ കർത്താവിനെ എത്ര തന്നെ സ്തുതിച്ചാലും മതി വരുന്നതല്ല. അത്ര വിലപ്പെട്ട ഭാഗ്യമാണ് കൃപയാൽ ദാനമായി നമുക്ക് ലഭിച്ചത്. 5-ാമതായി ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. നാം പലപ്പോഴും ബലഹീനരായി തീരാറുണ്ട്. മാനസികമായി ബലഹീനരാകാറുണ്ട്, ശാരീരികമായി ബലഹീനരാകാറുണ്ട്. ആ സമയങ്ങളൊക്കെ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ട തുണ തന്ന്, പേടിക്കുന്ന അവസരങ്ങളിൽ തുണയായിട്ട് നിന്ന് ധൈര്യം പകരുന്നതാണ് പരിശുദ്ധാത്മാവ്.
എന്തൊരു ഭാഗ്യമാണ്! എത്ര വിലപ്പെട്ടതായ ഭാഗ്യമാണ് കൃപയാൽ പരിശുദ്ധാത്മാവിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. നാം ഒന്നുകൊണ്ടും നിരാശപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. എന്നും നമുക്ക് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതാണ്. നാം 1 Corinthians 6:19 വായിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നാം നമ്മുടെയല്ല, നമ്മെ വിലയ്ക്ക് വാങ്ങിക്കപ്പെട്ടവരാണ് കർത്താവിൽ കൂടി. അങ്ങനെ കർത്താവിൻ്റെ വകയാണ് നാം. അപ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കണം. അതിന് നമ്മെ സഹായിക്കാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതാണ് പരിശുദ്ധാത്മാവ്. ആ ചിന്തയോടെ നമുക്ക് വരും ദിവസങ്ങളിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ അതിനെ നടത്തുമെന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മുടെ കർത്താവ് വേഗം വരാൻ പോവുകയാണ്. ആ പ്രത്യാശയോട് സമാധാനത്തോട് നമുക്ക് ജീവിക്കാം. മാത്രമല്ല, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ തുണനിന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ താഴെ വായിക്കുന്നതിനാണ്. അതിൻ്റെ 26-ാം വാക്യം തന്നെ, ആത്മാവ് തന്നെ ഉച്ചരിച്ച് കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ഓരോ ദിവസവും നമ്മോട് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം വചനവുമായിട്ട് നാം ഇരിക്കുന്നെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മോട് അറിയിച്ചു തരുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. എന്തൊരു വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും നമുക്ക് വേണ്ട ഉപദേശം, നമ്മോട് അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിച്ച് നമ്മെ ധൈര്യപ്പെടുത്തുകയാണ്. അതിൻ്റെ 29-ാം വാക്യത്തിൽ കാണുന്നത്, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻനിയമിച്ചുമിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചുമിരിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത് ഇന്നല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്ത്. എന്തൊരു ഭാഗ്യം! മാത്രമല്ല, നമ്മെ വിളിച്ചു, നമ്മെ നീതീകരിച്ചു. നമ്മെ ഇനി നീതീകരിച്ച നമ്മെ എന്ത് ചെയ്യുന്നു? തിരസ്കരിക്കാൻ പോവുകയാണ്. ഇന്ന് കർത്താവ് വരികയാണെങ്കിൽ നമ്മുടെ ശരീരം തേജസ് കൊണ്ട് നിറയാൻ പോവുകയാണ്. ആത്മശരീരം മാറാൻ പോവുകയാണ്. ആ പ്രത്യാശയാണ് നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആ പ്രത്യാശയോടെ ജീവിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.